ഹലോ ഗായ്സ്, എല്ലാവർക്കും സഫീസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് നല്ലൊരു ഷോർട്ട് വീഡിയോ ആണ്. അതിൽ കാണിക്കുന്നത് നമ്മളുടെ പശുക്കളും അവരെ കെട്ടുന്ന സ്ഥലവും പാടവും പറമ്പും എല്ലാമാണ് നമ്മൾ കാണിക്കുന്നത്. നമ്മളുടെ കയ്യിൽ ഇപ്പോൾ 2 പശുക്കുട്ടികളാണുള്ളത്. ഒരു വെച്ചൂർ പശുക്കുട്ടിയും ഒരു പുങ്കന്നൂർ വെച്ചൂർ ക്രോസ് പശുക്കുട്ടിയുമാണുള്ളത്. പിന്നെ 3 തള്ള പശുക്കളുമാണുള്ളത്. ഒരു വെച്ചൂർ പശു, മറ്റേ പശുക്കുട്ടിയുടെ അമ്മയാണ് നമ്മളുടെ കയ്യിലുള്ള സീനിയർ പശുവാണത്. അത്യാവശ്യം ഒരു 7 വയസ്സിനടുത്ത് പ്രായമുണ്ട് അവൾക്ക്. പശുവാണത്. ഇനി വേറെ 2 പശുക്കൾ കൂടിയുണ്ട്. അപ്പോൾ നമ്മളിവിടെ മറ്റുള്ള പശുക്കളെ പോലെ ഫുൾ ടൈം തൊഴുത്തിൽ കെട്ടി ഫീഡ് കൊടുക്കുന്ന ഒരു രീതിയല്ല നമുക്ക്. നമ്മൾ കാലത്തെ വെള്ളം കൂടി കഴിഞ്ഞാൽ പാടത്തോ പറമ്പിലോ ഇടത്തും കൊണ്ട് കെട്ടും. അവിടെ നിന്ന് പുല്ല് അവർക്ക് ഇഷ്ടത്തിന് കഴിക്കും. വൈകുന്നേരമാണ് ഏതും, അത് രാവിലെ പകലെ ഏതും എത്ര മഴയുണ്ടെങ്കിലും നമ്മൾ അവരെ കൊണ്ട് കെട്ടും. കുഴപ്പമില്ല, അവർ ആ മഴയും കൊണ്ട് അല്ലെങ്കിൽ വെയിലും കൊണ്ട് അവിടെ നിന്ന് തിന്നും. അങ്ങനെയാണ്. ഇത് നമ്മളിലുള്ള അടുത്തൊരു പശുവാണ്, സഹിവാൾ ക്രോസ് കന്നിക്കുട്ടിയാണത്. ഇപ്പോൾ നമ്മുടെ ഉള്ള 3 വലിയ പശുക്കളും പ്രഗ്നൻ്റാണ്. 3 മാസം 1.5 മാസം ആയിട്ട് പ്രഗ്നൻ്റായിട്ട് നിൽക്കുവാണ്. അപ്പോൾ ഇവരൊക്കെയാണ് നമ്മളുടെ പശുക്കൾ. അപ്പോൾ പൊതുവെയുള്ളൊരിതാണ് നമ്മൾ വളർത്തുന്നത്. എല്ലാം തന്നെ നമ്മുടെ നാടൻ ഇൻഡിജീനിയസ് കൗസാണ് വളർത്തുന്നത്. നാടൻ പശുക്കളെന്ന് പറയുന്ന കേരളത്തിലെ നാടൻ പശുക്കളും ഇന്ത്യയുടെ നാടൻ പശുക്കളുമാണ് നമ്മൾ വളർത്തുന്നത്. ഗീർ, സഹിവാൾ ക്രോസ്, ചൂര്, പുങ്കാനൂർ അങ്ങനെ ഉള്ള നാടൻ പശുക്കളാണ് നമ്മൾ വളർത്തുന്നത്. അതുകൊണ്ട് നമ്മളുടെ പശുക്കളുടെ പാലിനും നമ്മൾ റേറ്റ് 100 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അത് വാങ്ങാൻ ഇഷ്ടംപോലെ ആൾക്കാർ. പാൽ കുറവാണ്, ഇവർക്ക് പാൽ കുറവുമാണ്, അളവ് കുറവാണ്. പശുവിയുടെ പാലിന് നല്ല ടേസ്റ്റുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. 100 രൂപ കൊടുത്തിട്ട് പോലും ആൾക്കാർ ഇഷ്ടംപോലെയാണ്. കാരണം ഇത് തന്നെയാണ്. ഇവർ നടക്കുന്ന സ്ഥലം കാണുന്നുണ്ടോ? ഇവർ നല്ല പച്ചപ്പ് പുല്ലും തിന്ന്, അത് വളരെ ലൈറ്റായിട്ടുള്ള ധാന്യപ്പൊടിയും ഗോതമ്പ് തവിടും അങ്ങനെയുള്ള ഇതാണ് കൊടുക്കുന്നത്. പെല്ലറ്റുകളൊന്നും കൊടുക്കാറില്ല. അപ്പോൾ അതും കൊടുത്ത് പാടത്തും പറമ്പിലും അവർക്ക് ഇഷ്ടമുള്ള പലതരത്തിലുള്ള പുല്ലുകൾ കഴിച്ച് ഒട്ടും സ്ട്രെസ്സില്ലാണ്ട് ആണ് അവർ വളരുന്നത്. മറ്റേ ഫാമുകളിലെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ, അവർക്ക് ആ പശുക്കൾ കറവ തുടങ്ങുന്ന പ്രസവിച്ച ഉടനെ തൊഴുത്തിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അറക്കാൻ പോകുന്നതിന് മുന്നായിരിക്കും അവർ ആ തൊഴുത്തിലാണ് നിന്ന് നിപ്പിൽ നിന്നായിരിക്കും 2 സൈഡിലോട്ടും കയറ് വലിച്ചു കെട്ടി മേത്തിരിക്കുന്ന ഈച്ചനെ പോലും ആട്ടാൻ പറ്റാണ്ടാണ് നിൽക്കുന്നത്. ഇവിടെ നമ്മൾ പശുക്കുട്ടികളെ മൂരിക്കുട്ടികളും കിടാക്കളെ നമ്മൾ പകൽ കെട്ടാറില്ല. അവരഴിഞ്ഞ് കിടന്ന് വൈകുന്നേരത്തെ പാല് കുടിക്കും. തള്ളമാർ ഇഷ്ടമുള്ള പുല്ലും കഴിച്ച് അവിടെ നിന്ന് പാടത്ത് വെള്ളമുണ്ട് അതെല്ലാം കുടിച്ച് അങ്ങനെ നടക്കും. ഇതാണ് നമ്മളുടെ പശു വളർത്തൽ രീതി. പലർക്കും ഇതിനോട് യോജിക്കാണ്ടിരിക്കാം, അങ്ങനെ പല ഇതുണ്ട്. പക്ഷെ നമ്മൾ വളർത്തുന്നത് ഇങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് വലിയതായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല. പിന്നെ നമ്മൾ വാക്സിനേഷൻ എടുക്കാറുണ്ട്. കുളമ്പ് രോഗത്തിൻ്റെയും ലംബി സ്കിന്നിൻ്റെയും എടുക്കാറുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.